ഫുഡ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ കറക്കുന്ന ഒരു 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 മെഷീൻ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ മെഷീനാണ് എൻ്റെ ടെംപ്ലേറ്റ്. എൻ്റെ കയ്യിൽ ഒരൊറ്റ മാവേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് കമ്പാർട്ട്മെൻറ്റലൈസ് നോളജ്. ഇത് വന്നാൽ ഇത് എഴുതും, അത് വന്നാൽ ഇത് എഴുതും എന്ന് എനിക്കില്ല. എനിക്ക് ഒറ്റ മാസുണ്ട്, ഒറ്റ ക്രൂഡ് കാര്യമുണ്ട്. അപ്പോൾ സ്കോർ മാർക്സ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി അനൂപ് സാറിൻ്റെ ആണെങ്കിലും ശരത് സാറിൻ്റെ ആണെങ്കിലും സെഷൻസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൽ ഞാൻ ഇനീഷ്യലി ജോയിൻ ചെയ്തു. പിന്നെയാണ് അനൂപ് സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ സാറും ഈ ടെംപ്ലേറ്റ്സ് എക്സ്റ്റെൻസീവ്ലി സാറ് പറയുന്നുണ്ടായിരുന്നു മെയിൻ സ്കില്ലറിനകത്ത്, വിച്ച് ഇസ് ഈ ആർക്കിടെക്ചറിൽ ചോദ്യം വരുമ്പോൾ എങ്ങനെ എഴുതണം, അല്ലെ ഏൻഷ്യൻ ഇന്ത്യയിൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, എക്കണോമിക്സിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, ഗ്ലോബലൈസേഷനെ പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ ടെംപ്ലേറ്റ്സ്. സോ മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യലി ശ്രമിച്ചു, റാദർ ദാൻ മാക്സിമൈസിങ് കണ്ടന്റ് മിനിമൈസ് ചെയ്യുക, ടെംപ്ലേറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിൽ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ബെഞ്ചോ പി ജോസ് ആണ്. നമ്മുടെ ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 59ാം റാങ്കാണ് ബെഞ്ചോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ലീഡ് IASൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും എല്ലാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണ് ബെഞ്ചോ. കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചെറിയൊരു മാർക്കിന് 15 മാർക്കിനാണ് ഫൈനലിസ്റ്റ് മിസ്സായത്. എന്നാൽ ഇത്തവണ നമ്മുടെ കൂടെ മെയിൻസിൻ്റെ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്ത് ആക്ച്വലി ഫൈനൽ ലിസ്റ്റിൽ ഒരു 2 ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അടൂർ സ്വദേശിയാണ് ബെഞ്ചോ. അടൂർ KVയിലാണ് പഠിച്ചത്. അതിനുശേഷം ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ മാത്തമാറ്റിക്സിൽ ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഈ പറയുന്ന സക്സസ്സിലേക്ക് ബെഞ്ചോ എത്തിയിരിക്കുന്നത്. ബെഞ്ചോ, ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ സക്സസ് പോഡിയത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം ഇരുന്നത് എനിക്ക് തോന്നുന്നു തസ്നി ശ്രീധു 2020, അതിനുശേഷം 2021, 2022 ഒരുപാട് ഡസൻസ് ഓഫ് ടോപ്പേഴ്സ് ഈ സക്സസ് പോഡിയത്തിലൂടെ കടന്നുപോയി. സിവിൽ സർവീസ് പരീക്ഷയിൽ 2 ഡിജിറ്റ് റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ 2 ഡിജിറ്റ് റാങ്ക് പോസിബിൾ ആവുള്ളൂ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 100ൽ നിന്ന് പുറത്താവും. അപ്പം എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒരുമിച്ച് വന്നൊരു വർഷമാണ്. ബെഞ്ചോ, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം, പിന്നെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഒത്തിരി പിള്ളേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഡുമായിട്ട് എൻ്റെ 2 വർഷമായിട്ടുള്ള അസോസിയേഷനാണ്. ഞാൻ ലീഡിൽ ആക്ച്വലി വന്നതിന് ശേഷമാണ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. സോ വെരി താങ്ക്ഫുൾ ആൻഡ് വെരി ഹാപ്പി. ഓക്കെ. ബെഞ്ചോ, ഈ സിവിൽ സർവീസിൻ്റെ ജേർണി ആൻഡ് മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്ന് കഴിഞ്ഞു. നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിവിൽ സർവീസിലേക്ക് വരണം? എപ്പോഴാണ് ഡിസിഷൻ എടുത്തത്? എൻ്റെ ഫാദർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് സിവിൽ സർവീസിനെ പറ്റി പറയുന്നത്. പക്ഷേ അന്ന് എവിടെയോ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറിപ്പോയി. സോ 12th കഴിഞ്ഞിട്ടോ ഈവൻ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു സിവിൽ സർവീസിന് വേണ്ടി കോച്ചിങ്ങിന് പോകുമ്പോൾ ഞാനും ചുമ്മാ അവരുടെ കൂടെ പോയി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തുടങ്ങി. പിന്നീടും അഗൈൻ കോളേജിന് ഗ്രാജുവേഷന് ശേഷവും ഒരു തീരുമാനമായിരുന്നില്ല. ഐ വാണ്ടഡ് ടു ലോ ചെയ്യാനായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലാണ് പഠിച്ചത്. അതും കഴിഞ്ഞ ഒരു സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഡൽഹി തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഭാഷ ഫെമിലിയർ ആണ്, ക്ലൈമറ്റ് ഫെമിലിയർ ആണ്. സിവിൽ സർവീസിൻ്റെ ഒരു മെക്കാനിസം പറയുന്നത് എന്ത് വന്നാലും ഡൽഹി തന്നെയാണ്. എന്നിട്ടും ഡൽഹി വിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് വരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇനീഷ്യൽ റീസൺ എനിക്ക് അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലൈമറ്റും ഫുഡും ഭയങ്കര പാടായിരുന്നു. ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ കുഡ് നോട്ട് മാനേജ്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷേ അഗൈൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതായിരുന്നു ഇനീഷ്യലി വരാനുള്ള കാരണം. പിന്നെ ഐ ഫെൽറ്റ് ലൈക്ക് ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷനോ അല്ലെങ്കിൽ വേണ്ട സോർട്ട് ഓഫ് ഗൈഡൻസ്, മെൻറ്റോർഷിപ്പ് ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായത് ബൾക്ക് ഓഫ് ദ പ്രിപ്പറേഷൻ ഇസ് ഇൻ സെൽഫ് സ്റ്റഡി, അല്ലാതെ ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒന്നും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുന്നതെന്നല്ല, അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് മനസ്സിലായി. സോ ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. ഓക്കെ. നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സിവിൽ സർവീസ് തുടങ്ങുന്ന ബിഗിനേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പം എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജസ്റ്റ് തുടങ്ങുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ ഈ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് അറിയേണ്ടത്, എല്ലാവരുടെയും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ തുടക്കത്തിൽ കുറേ മണ്ടത്തരങ്ങൾ ചെയ്യും. അതെ. അങ്ങനത്തെ ചെയ്ത മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ എൻ്റയർ പ്രിപ്പറേഷൻ ഈ ഒരു 4-5 ഇയേഴ്സിൻ്റെ ഒരു ട്രയൽ ആൻഡ് എററിൻ്റെ ഒരു സീരീസ് ഓഫ് ട്രയൽസ് ആൻഡ് എറേഴ്സ് ആയിരുന്നു. ആദ്യത്തെ മണ്ടത്തരം, ഞാനൊരു ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ സ്കൂളിൽ സാധാരണ പഠിക്കുമ്പോൾ തലേദിവസം, അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും എക്സാമിൻ്റെ തലേദിവസമായിരിക്കും പഠിക്കുന്നത്.
അപ്പോൾ വി ട്രൈ ടു ഡു ഇറ്റ് പറ്റുന്ന മാക്സിമം ചെയ്യാൻ ശ്രമിച്ച് നെക്സ്റ്റ് ഡേ പോയി എക്സാം എഴുതും. സെയിം തിങ് ഐ ട്രൈ ടു ബ്രിങ് ഇൻ ടു സിവിൽ സർവീസസ്. പക്ഷേ ഡിഫറൻസസ് എല്ലാ ദിവസവും ഐ ട്രൈ ടു ടേക്ക് മാക്സിമം തിങ്സ്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ ഒരു 2 മാസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ എനർജിയും പോയി. സോ ഞാൻ ലക്ഷ്മികാന്ത് കൊണ്ട് തുടങ്ങി, ലക്ഷ്മികാന്ത് കൊണ്ട് തന്നെ അവസാനിപ്പിച്ചു, 2 മാസം കൊണ്ട് അവസാനിപ്പിച്ചു. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം നോബഡി വാസ് ദെയർ ടു ഗൈഡ് മീ. എന്ത് വായിക്കണമെന്ന് അറിയില്ല. അപ്പോൾ കാർഡ് കയറി പെർഫെക്ഷനിസമായിട്ട് കുറേ അങ്ങനെ വായിച്ചു. പിന്നെ വേറൊരു മണ്ടത്തരം, ചില ബുക്കുകൾ ലൈക്ക് R.S. ശർമ്മയൊക്കെ ആദ്യം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടി വായിക്കാനും അതിനൊന്ന് നോട്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി ദാറ്റ് ഇസ് നോട്ട് മൈ വേ ഓഫ് അപ്രോച്ചിങ് ദി എക്സാം. പിന്നീട് ഏറ്റവും വലിയ മണ്ടത്തരം എനിക്ക് തോന്നുന്നത് ഇസ് ഒരു ഗൈഡൻസ് ഇല്ല, മെൻറ്റോർഷിപ്പ് ഇല്ല എന്നുള്ളതായിരുന്നു. ബിക്കോസ് അത് ഇൻ എ വേ ഇറ്റ് കംസ് ഫ്രം ഒരു സെൻസ് ഓഫ് ചെറിയ രീതിയിലൊരു അഹങ്കാരം ഉണ്ടെന്ന് തന്നെ പറയായിരുന്നു. കാരണം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ നിന്നുകൊണ്ട് ആദ്യത്തെ 2 പ്രാവശ്യവും ഗൈഡൻസ് ഒന്നും എടുത്തില്ല. 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ലീഡിൽ, അതും അഗൈൻ ത്രൂ മൈ ഫ്രണ്ട്, ഞാൻ ഇന്നലെ പറയുന്നത് നന്ദു ഇസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. അവൻ ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇവിടെ പ്രിലിംസ് കില്ലറിന് വരുന്നതും. പ്രിലിംസ് കില്ലർ ഇസ് ദ തിങ് ദാറ്റ് ആക്ച്വലി ചേഞ്ച്ഡ് ഹൗ ഐ ലുക്ക് അറ്റ് ദി എക്സാം ഇറ്റ്സെൽഫ്. സോ 3-ാമത്തെ മണ്ടത്തരമായിരുന്നു ഗൈഡൻസ് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഫൈനലി ലീഡ് ഐഎസിലേക്ക് എത്തിയിട്ടാണ് പ്രിലിംസിൻ്റെ ഒരു ടോണും സ്ട്രാറ്റജിയും എല്ലാം മനസ്സിലാവുന്നത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കോൺവെർസേഷൻ സ്ട്രാറ്റജിക്കലി സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഇടമെന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. ബെഞ്ചോടുള്ള ഒരു കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ബെഞ്ചോ ഒരു കോൺട്രേറിയൻ തിങ്കിങ്ങിലൂടെ എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണ്. അത് ബെഞ്ചോ തന്നെ ഈ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്താ ഈ കോൺട്രേറിയൻ തിങ്കിങ്? അതായത് നമ്മൾ പൊതുവിൽ കുട്ടികളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് പലതും ബെഞ്ചോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾ എക്സാമിനെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാക്കുക. അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ കോൺവെർസേഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പ്രിലിംസിൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് വരാം. അപ്പോൾ ഈ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിൽ വാട്ട് ഡിഡ് യു ഡു ആൻഡ് വേർ ഡിഡ് യു സ്റ്റാർട്ട്? കാരണം നമുക്ക് സിവിൽ സർവീസിൻ്റെ 3 സ്റ്റേജാണ്. പ്രിലിംസ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയാണ്, CSAT അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രിലിംസിന് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? സർ, എനിക്ക് തോന്നുന്നു പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇൻ റെട്രോസ്പെക്ട് വെൻ ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇസ് ബേസിക് ബുക്സിലെ പ്രൊഫിഷ്യൻസി. PYQs, ഇത് രണ്ടുമാണ് എന്നെ സംബന്ധിച്ച്. സോ ഈ ബേസിക് ബുക്സിലെ പ്രൊഫിഷ്യൻസി ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ബിൽറ്റ് ഇൻ 1 year. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഭയങ്കര മോശമായിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. എന്നാലും ഐ വാസ് റീഡിങ് ദ ബേസിക് ബുക്സ്. തേർഡ് അറ്റംപ്റ്റിൽ വന്നപ്പോൾ ഐ ഹാഡ് ഓൾറെഡി എൻറോൾഡ് ഇൻ ലോ കോളേജിൽ. ഞാൻ ഓൾറെഡി എൻറോൾഡ് ആയിരുന്നു. അപ്പോൾ എനിക്കധികം സമയമില്ല. സോ നൗ ഐ ഹാഡ് 2.5-3 months ബിഫോർ മീ. അന്നാണ് എൻ്റെ മെൻറ്ററായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ശ്രീജയ് സാറായിരുന്നു. സോ വാട്ട് ഹി ടോൾഡ് മീ ഈസ്, നിനക്ക് ഇത്രയും സമയമുള്ളൂ, സോ പ്രയോറിറ്റൈസ് തിങ്സ്. എന്ത് പഠിക്കേണ്ട എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നൗ യു ഗോ ഫോർവേഡ് വിത്ത് വാട്ട് എവർ ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. അപ്പോൾ ദെൻ ഞാൻ തുടങ്ങിയപ്പോൾ ആസ് ഫാർ ആസ് ഈ ബേസിക് ബുക്സ് ഇസ് കൺസേൺഡ്, എല്ലാ പുസ്തകങ്ങളും പറഞ്ഞേക്കുന്ന കാര്യം എനിക്ക് അറിയാം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ടു ഹാവ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഓൺ ദാറ്റ്. രണ്ടാമത്തെ കാര്യം നോട്ട്സ് പ്രിപ്പറേഷൻ. അപ്പോൾ നോട്ട്സ് എനിക്ക് പ്രിലിംസിന് വേണ്ടി അങ്ങനെ എക്സ്റ്റെൻസീവ് നോട്ട്സ് ഇല്ല. ഐ റിലൈഡ് ഓൺ അനദർ ടോപ്പർ, മന്ദാർ പട്കി എന്ന് പറയുന്നൊരു 2019 ടോപ്പർ ഉണ്ടായിരുന്നു. പുള്ളി ലക്ഷ്മികാന്ത് വായിച്ച അതിൻ്റെ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പെക്ട്രം വായിച്ച നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് മോഡേണിലും ക്വാളിറ്റിയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ നോട്ട്സ് ഡിപ്പെൻഡ് ചെയ്തു. പിന്നെ ഇൻ സം അതർ തിങ്സ് ലൈക്ക് ഇക്കണോമിക്സ് ഐ ഡി നോട്ട് മേക്ക് നോട്ട്സ്, പക്ഷേ ഐ ഹാഡ് ഡിപ്പെൻഡ് ഓൺ റൊണാൾഡ് സാറിൻ്റെ, ഞാൻ ആ കോഴ്സ് ജോയിൻ ചെയ്തായിരുന്നു ആസ് എ മോഡ്യൂൾ. അത് ഞാൻ ആ എൻ്റയർ PDF വായിച്ചായിരുന്നു. ഐ യൂസ് ടു ഹൈലൈറ്റ് ആൻഡ് ഐ മേഡ് ഷുവർ ദാറ്റ് എനിക്ക് കോൺസെപ്റ്റ്സ് അറിയാം. ഐ ഡി നോട്ട് റൈറ്റ് നോട്ട്സ്, പക്ഷേ വെൻ ഐ റിവൈസ് ദോസ് നോട്ട്സ് എനിക്കറിയാം ഓക്കെ ഇതിങ്ങനെയാണ് പെട്ടെന്ന്. സോ ഐ മേഡ് ഷുവർ ദാറ്റ് ഐ നോ കോൺസെപ്റ്റ്സ്. Geography again I made sure that there is concepts and I am proficient in my resource which was geography at NCERT. അങ്ങനെ ഓരോന്നിലും there is an objective to get proficiency എന്ന് വെച്ചാൽ എനിക്കത് കോൺസെപ്ച്വലി അറിയാം. അതിലൊന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് തെറ്റില്ല എന്ന് ഞാൻ ആബ്സല്യൂട്ട്ലി ഷുവറാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ കാര്യമാണ് PYQs. ഞാൻ ആദ്യമായിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യുമ്പോൾ ഐ ഡി നോട്ട് ആക്ച്വലി ഡു എ ലോട്ട് ഓഫ് PYQs. പക്ഷേ this attempt when I did crack prelims, I already had gone to the interview. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ April 26 കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ കളഞ്ഞു. പിന്നെ എനിക്കൊരു 10 ദിവസമുണ്ട് പഠിക്കാൻ. അപ്പോൾ എനിക്ക് ക്ലിയർ ആയില്ല. അങ്ങനെ 10 ദിവസം ഉള്ളപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നുന്നു May 28 അങ്ങനെ എന്തോ ആണ് എക്സാം, ഈ വർഷത്തെ പ്രിലിംസ്.
അപ്പോൾ ദി ഓൺലി തിങ് ദറ്റ് ഐ റിലൈഡ് അപ്പോൺ ഇസ് പി വൈ ക്യൂസ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഐ ഡി നോട്ട് ഗോ ഫോർ കറണ്ട് അഫയേഴ്സ്. ബേസിക് ബുക്സ് പോലെ ഞാൻ വായിച്ചില്ല. എനിക്ക് അതിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നതുകൊണ്ട് ബിക്കോസ് ഐ ന്യൂ കോൺസെപ്റ്റ്സ് ഫ്രം ദർ, പി വൈ ക്യൂസ് ഞാൻ സോൾവ് ചെയ്തു. ആൻഡ് ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ഫ്രം ദർ, ലോജിക് ഫ്രം ദർ. അങ്ങനെയാണ് എൻ്റെ ഈ അറ്റംപ്റ്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ സോ ഇൻ റെട്രോസ്പെക്ട് ഞാൻ ആദ്യം തുടങ്ങിയ പോലെ തന്നെ 2 things. നമ്പർ 1 ഇസ് ബേസിക് ബുക്സ്, നമ്പർ 2 ഇസ് പി വൈ ക്യൂസ്. ഈ പി വൈ ക്യൂവിൻ്റെ ഒരു കാര്യം നമ്മൾ പലതവണ എംഫസൈസ് ചെയ്യെങ്കിലും പല കുട്ടികളും സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പെഡഗോഗി ഡിവൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമിയാണ് ലീഡ് IAS. നമ്മൾ 2000 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഇത്തവണത്തെ പ്രിലിംസ് കില്ലറിൽ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഞാനിത് കുട്ടികൾക്ക് ഇപ്പം ഗൈഡ് വാം അപ്പ് സെഷൻസ് എടുക്കുമ്പോഴാണെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ അതിലൊരു 5 ചോദ്യങ്ങൾ ഈ അടുത്ത വർഷം ഈ 10 വർഷത്തെ ചോദ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ദാറ്റ് ഇസ് എ വെരി ഗുഡ് സ്ട്രാറ്റജി. അത് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മെയിൻസിലേക്ക് വരുമ്പോഴാണ് ദ തിങ്സ് ഐ തിങ്ക് ഗെറ്റിംഗ് ലിറ്റിൽ മോർ കോൺട്രേറിയൻ ഹിയർ. കാരണം അത് ബെഞ്ചോ തന്നെ പറയും, അധികം പരീക്ഷകൾ എഴുതാത്ത ഒരാളാണ് ബെഞ്ചോ, അധികം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പം മെയിൻസിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് വരാം. പ്രിലിംസിൻ്റെ ക്ലിയറായി. പ്രിലിംസിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, അതിനകത്തൊരു കോൺട്രേറിയസ് ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ലൈക്ക് ഏൻഷ്യൻ ആൻഡ് മെഡീവൽ എനിക്കറിയത്തില്ല. ഐ ഹാവ് നോട്ട് റെഡ് ബുക്ക്. ഞാൻ ബുക്സ് വായിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇറ്റ് ഇസ് വെരി കണ്ടന്റ് ഹെവി. സോ ഇപ്പം ഞാൻ പറഞ്ഞതിലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ബിക്കോസ് ഐ ഹവ് നോട്ട് റെഡ് ഇറ്റ്. ഞാൻ അതിനകത്ത് ചെയ്തത് ഐ വെൻ ടു വിക്കിപീഡിയ ആൻഡ് ഐ മെയ്ഡ് എ ടൈം ലൈൻ. എൻ്റയർ അശോകൻ്റെ സമയം മുതൽ ഇവിടെ ഒരു ടൈം ലൈൻ ഞാൻ മേക്ക് ചെയ്തു. അത് മാത്രമാണ് എൻ്റെ ഏൻഷ്യൻ മെഡീവൽ പ്രിപ്പറേഷൻ. ഐ എം നോട്ട് സെയിങ് ദറ്റ് യു ഗൈസ് ഷുഡ് ഡു ഇറ്റ്. ഇപ്പോൾ ഏൻഷ്യൻ മെഡീവൽ ഇസ് ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ്. പക്ഷെ ആ സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കത് വേണ്ട, അതില്ല എങ്കിലും എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. സോ അതായിരുന്നു ഒരു കോൺട്രേറിയൻ തിങ്. വേറൊരു കാര്യം, again I think this is something that people do but people do not do enough, which is എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു മോക്ക് എക്സാം കഴിഞ്ഞിട്ട് അതിനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഐ യൂസ് ടു മേക്ക് ഷുവർ ദറ്റ് ഞാൻ 3 മണിക്കൂറിനകത്തായിരുന്നു ടെസ്റ്റ്, 1.5 മണിക്കൂറിന് ഐ വിൽ ഡൂ ദ ടെസ്റ്റ്. ഏതൊരു മോക്ക് 100 ക്വസ്റ്റ്യൻ്റെ എടുക്കും. ബാക്കി 1.5 മണിക്കൂറിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും റിവ്യൂ ചെയ്യും. ആൻഡ് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് എനിക്ക് ബേസിക് ബുക്സിൽ നിന്ന് തെറ്റിയ എത്ര ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഞാൻ അത് എഴുതി വെക്കും. 10 ആദ്യത്തെ ടെസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഐ മേക്ക് ഷുവർ ദാറ്റ് അത് ഏറ്റവും അവസാനം ഞാനത് തെറ്റില്ല എന്നുള്ളത് ഐ മേക്ക് ഷുവർ. അശ്രദ്ധയായത് അങ്ങനെ. അടുത്തൊരു കാര്യം, ഐ ഓൾവേസ് മേക്ക് ഷുവർ ഒരു മോക്ക് എക്സാം ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു 10 ചോദ്യം മാക്സിമം, ഒരു ഹാഫ് പേജ് കണ്ടൻറ്റ് ഐ വുഡ് ലേൺ ഫ്രം ദാറ്റ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻസീവ്. ചിലർ ഒരു പേജ് ഒരു മോക്ക് ചെയ്തിട്ട് 2 പേജ് കണ്ടൻറ്റ് എഴുതി വെക്കും. ഞാൻ എനിക്കറിയാൻ വയ്യാത്ത പുതിയ ഇൻഫർമേഷൻ മാത്രമേ എഴുതി വെക്കത്തുള്ളൂ. അറിയാവുന്നതല്ല, ഞാൻ ബേസിക് ബുക്സിലേക്ക് പോകും. സോ ഇത് അഗൈൻ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഐ വോണ്ടഡ് ടു ഷെയർ. മെയിൻസിലേക്ക് വരുമ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്ട്രാറ്റജി? ഹൗ ഡിഡ് യു ബിൽഡ് കണ്ടക്ട് ആൻഡ് ഹൗ ഡിഡ് യു പ്രാക്ടീസ്? സോ എൻ്റെ ആദ്യത്തെ മെയിൻസ് വാസ് 2022 മെയിൻസ്. അതിൽ ഐ വാസ് എൻ ആബ്സല്യൂട്ട് നോവിസ്. ഞാനൊരു ആബ്സല്യൂട്ട് ബിഗിനർ ആയിരുന്നു. ആൻഡ് ഐ ഹാഡ് നോ ചാൻസ് ഓഫ് ക്ലിയറിങ് മെയിൻസ്. ആൻഡ് ഇൻസിഡൻ്റ്ലി ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്തതും 1 മാർക്കിനാണ്. ജനറൽ കട്ട് ഓഫിൻ്റെ 1 മാർക്ക് കൂടുതൽ മാത്രമേ എനിക്ക് കിട്ടൂ. അപ്പോൾ എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഐ ഹാഡ് സം മെൻറ്റോസ്. ഇപ്പോൾ ഒരാൾ എനിക്കറിയാവുന്ന ഒരു ചേട്ടനാണ്, എബിൻ ദേവസേന പുള്ളി പേര്. ഹി ഹാഡ് ഇപ്പോൾ പുള്ളി ഹി ഹാഡ് സ്റ്റോപ്പ് പ്രിപ്പയറിങ്. പക്ഷേ ഹി ഹാഡ് ടോൾഡ് മീ അബൌട്ട് ബ്രെയിൻ സ്റ്റോമിങ്. അതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ അക്കോർഡിംഗ് ടു മീ. നോട്ട്സ് എനിക്കില്ലായിരുന്നു. ഐ ട്രൈ ടു ഗെറ്റ് കണ്ടൻറ്റ് ഫ്രം വേറെവർ ഐ കുഡ് ഗെറ്റ് കണ്ടൻറ്റ്. വളരെ കുറച്ച് കണ്ടൻറ്റ് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് മെയിൻസിന് വേണ്ടി പോകാനാണ് ശ്രമിച്ചത്. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. ഓക്കെ. അപ്പം ഈ സിലബസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണല്ലോ ആദ്യത്തത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരുന്നോ ജനറൽ സ്റ്റഡീസിന്? ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഐ ഹാഡ് എ വെരി ഹാഫിസാർഡ് വേ ഓഫ് ഓർഗനൈസിങ് തിങ്സ്. ഇപ്പോൾ ആദ്യം മുതൽ പറയാനാണെങ്കിൽ ഇൻ ദി എൻറ്റയർ സിലബസ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയേക്കുന്നത് ആകെ എത്തിക്സിന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും എനിക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള നോട്ട്സ് ഇല്ല. ഇപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ഏത് ആർട്ടിക്കിളാണെന്ന് ഇപ്പോൾ വേണം എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ദാറ്റ് ഇസ് ബിക്കോസ് ഐ റിമെമ്പർ ഇറ്റ്. അതല്ലാതെ എനിക്കൊരു ഐ ഡോണ്ട് ഹാവ് എ പേജ് നോട്ട്സ് ഫോർ ദാറ്റ്. എൻ്റെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും IR-ഉം അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദുവിൻ്റെ നോട്ട്സാണ് എൻറ്റയർലി ഞാൻ നോക്കിയത്. ബാക്കിയുള്ളതിനെല്ലാം what I made sure is I try to take PYQs and I try to
brainstorm the questions that are there in PYQs, and use what knowledge and content I already have. എങ്ങനെയാണ് നോളജ് കണ്ടന്റ് ഉണ്ടാക്കിയെന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അതും അഗൈൻ ഒരു വളരെ ബിറ്റ്സ് ആൻഡ് പീസസിലുള്ള കാര്യമായിരുന്നു, ഒരു ഓർഗനൈസ് സ്ട്രക്ചറൽ കാര്യമില്ല. ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഐ ഡി നോട്ട് ഹാവ് നോട്ട്സ്. ഐ എം നോട്ട് സെയിങ് എവരിബഡി ഷുഡ് ഡു ഇറ്റ്. ഇഫ് യു ഹാവ് ആക്സസ് ടു ഫൗണ്ടേഷൻ കോഴ്സ് അതിനകത്തുള്ള നോട്ട്സ് ഉപയോഗിക്കുക. ഐ ഡിൻ ഹാവ് ആക്സസ് ടു ദാറ്റ്. സോ ഞാൻ പല സ്ഥലത്തു നിന്നും പല കാര്യങ്ങളും കമ്പൈൽ ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എൻ എക്സ്റ്റെൻസീവ് തിങ്. പക്ഷേ ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഈ സിലബസിനകത്തുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് കണ്ടന്റ് ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് കണ്ടന്റ് ഞാൻ പിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഈ ഡേറ്റ, അനക്ഡോട്ട്സ്, എക്സാമ്പിൾസ്, ന്യൂസ് പേപ്പറിൽ റീസെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചു. സോ അതെല്ലാം എൻ്റെ എവർനോട്ടിനകത്തായിരുന്നു. അതെല്ലാം ഞാൻ എവർനോട്ടിനകത്ത് അങ്ങനെ തന്നെ ഐ ഓർഗനൈസ്ഡ് ഇറ്റ് ഇൻ ലൈക്ക് ദാറ്റ്. പിന്നീട് എപ്പോഴേലും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് കാണിക്കാം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂസ് ആർട്ടിക്കിൾസും ഡേറ്റയും കൊളേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ബിറ്റ്സ് ആൻഡ് പീസസിലായിരുന്നു അത് ചെയ്തത്. ദർ വാസ് നോ ഓർഗനൈസ്ഡ് വേ ടു ഡു ദറ്റ് എക്സെപ്റ്റ് ഫ്രം ഓഫ് കോഴ്സ് എത്തിക്സ് ആൻഡ് ഇന്റർണൽ സെക്യൂരിറ്റി ആൻഡ് IR, which I depended. Ethics I depended on my own notes based on a class, and IR internal security I depended on somebody else's. ഓക്കെ. അപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഈ കണ്ടന്റിനോടൊപ്പം തന്നെയാണ് ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. അപ്പോൾ ഈ ആൻസർ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ബെഞ്ചോ അത്രമാത്രം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതെ. കാരണം പലപ്പോഴും പല ടെസ്റ്റുകളും സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല സ്ട്രാറ്റജിക്കൽ സെഷൻസും ബെഞ്ചോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹൗ ദാറ്റ് സ്ട്രാറ്റജി വാസ് എഫക്റ്റീവ് ആൻഡ് ഹൗ ഡിഡ് യു ഡു ഈവൻ വിത്തൗട്ട് റൈറ്റിംഗ് ലോട്ട് ഓഫ് ടെസ്റ്റ്? ഓക്കെ. സോ ഞാൻ മെയിൻസിന് തുടങ്ങിയപ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ലാസ്റ്റ് ഇയർ ഐ എൻറോൾഡ് ഫോർ മെയിൻസ് കില്ലർ. ഈ വർഷം ഐ ഹാഡ് ജോയിൻഡ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ഇൻ ലീഡ്. അപ്പോൾ ഐ മെയ്ഡ്, എൻ്റെ ഒബ്ജക്റ്റീവ് ഇസ് നോട്ട് ടു റൈറ്റ് ടെസ്റ്റ് ഓർ നോട്ട് ടു ഒരാളിൻ്റെ അടുത്ത് പ്രൊസീജിയർലി ഇങ്ങനെ എന്ന് പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്യാൻ പറയുന്നതിൻ്റെ പുറകിലുള്ള വാട്ട് ഈസ് ദാറ്റ് ഒബ്ജക്റ്റീവ് ഗോൾ, ആ ഗോള് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അതിനുവേണ്ടി ദിസ് പേഴ്സൺ ഇസ് ടെല്ലിങ് മീ റൈറ്റ് ടെസ്റ്റ്. എനിക്ക് ചിലപ്പം എന്താ പറയുന്നത് യൂസ്ഫുൾ ആവുന്നത് വേറൊരു രീതിയായിരിക്കും. പക്ഷേ ഇത് ഗോൾ ഇസ് ടു സ്കോർ മാർക്സ്. അപ്പോൾ സ്കോർ മാർക്സ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി അനൂപ് സാറിൻ്റെ ആണെങ്കിലും ശരത് സാറിൻ്റെ ആണെങ്കിലും സെഷൻസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എല്ലാ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൽ ഞാൻ ഇനീഷ്യലി ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ അനൂപ് സാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കും ടെംപ്ലേറ്റ്സിനെ പറ്റിയും അങ്ങനെ. സോ ഞാൻ അതെല്ലാം ഐ യൂസ് ടു അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ ടെസ്റ്റ് എഴുതുക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അഗൈൻ എനിക്ക് നോട്ട്സ് ഇല്ല. അപ്പോൾ അത് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് ആദ്യം പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ് കൂടെ എഴുതുക എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് ടാസ്ക്. സോ ഞാൻ ചെയ്തത് പഠിച്ചു. പിന്നെ ഐ ട്രൈ ടു ഓർഗനൈസ് ദി ഇൻഫർമേഷൻ ഇൻ മൈ ഹെഡ്. വളരെ കുറച്ച് ടെസ്റ്റ് എഴുതി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അഗൈൻ ദർ ഇസ് എ കാവിയാറ്റ് ഹിയർ. എൻ്റെ ഫസ്റ്റ് മെയിൻസ് ലാസ്റ്റ് ഇയറിൽ 2022 ഞാൻ ലീഡിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാനൊരു 10 സെക്ഷൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനൊരു 6-7 എഴുതി, 3 എഴുതിയില്ല. ഫുൾ ടെസ്റ്റ് ഒരു 8 ഉണ്ടെങ്കിൽ ഞാൻ 1 എഴുതി. സോ ഇറ്റ് ഇസ് നോട്ട് ദറ്റ് ഐ ഡിഡ് നോട്ട് റൈറ്റ് എനി ടെസ്റ്റ്. സഡൻലി ഐ റോട്ട് ടെസ്റ്റ് എങ്ങനെ എഴുതണമെന്ന് എനിക്ക് മനസ്സിലായി. ഇൻട്രോ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം, ഇവിടെ ഫാക്ട് ഇടണം, ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കണം, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മനസ്സിലായി കഴിഞ്ഞ ശേഷം ഞാൻ നിർത്തി. അത് പിന്നെയും അറിയാവുന്ന ഒരു കാര്യം പിന്നെ റീഡു ചെയ്യുന്നതിലൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെയാണ് ഞാൻ വേറൊരു സ്റ്റൈലിലേക്ക് മാറി. ഓക്കെ. അപ്പം ടെസ്റ്റ് എഴുതാതെ തന്നെ എങ്ങനെയാണ് ഈ പരമാവധി കണ്ടന്റ് പുറത്തേക്ക് എത്തിക്കുന്നത്? ആക്ച്വലി എല്ലാവരും ഈ കണ്ടന്റ് പുറത്തേക്ക് എത്തിക്കാനുള്ള മെത്തേഡായിട്ടാണ് ആൻസർ റൈറ്റിംഗ് പറയാറുള്ളത്. അതെ. സോ വാട്ട് കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ് ദാറ്റ് യു ഹാഡ്? ഓക്കെ. എനിക്ക് അഗൈൻ ഞാൻ പറയാം, 2 മെയിൻസ് ഞാൻ എഴുതിയതിലൂടെ എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങളാണ് ഞാൻ കൊളേറ്റ് ചെയ്ത് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മെയിൻസ് വെൻ ഐ വാസ് ഗോയിങ് ടു റൈറ്റ്, ഈ എബിൻ ദേവസ്യ, വെരി ഗുഡ് ഫ്രണ്ട് മൈൻ, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ദർ ഇസ് എ തിങ് കോൾഡ് ബ്രെയിൻ സ്റ്റോമിങ്. ഹൗ യു ഡു ബ്രെയിൻ സ്റ്റോമിങ് ഇസ് ദർ ഇസ് എ ടെംപ്ലേറ്റ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ടെംപ്ലേറ്റ് ഇസ് പെസ്റ്റൽ അപ്രോച്ച് നിങ്ങൾക്ക് കുറച്ച് പേരെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഇസ് പെസ്റ്റൽ ഇസ് ഷോർട്ട് ഫോം ഫോർ പോളിറ്റി, ഇക്കണോമി, സൊസൈറ്റി, ടെക്നോളജി, ലോ, അങ്ങനെ എന്തെങ്കിലും 5 തിങ്സ് വാട്ട് എവർ യു കൻ സേ. അപ്പോൾ നീ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ യു ടേക്ക് ദിസ് ടെംപ്ലേറ്റ് 5 തിങ്സ് ആൻഡ് യു റീഡ് ദ ക്വസ്റ്റ്യൻ, ട്രൈ ടു തിങ്ക്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ നേരം ആദ്യം ഓക്കെ പോളിറ്റിയിൽ നിന്ന് എന്തെനിക്ക് എഴുതാം, സൊസൈറ്റിയിൽ നിന്ന് എന്തെനിക്ക് എഴുതാം, അങ്ങനെയാണ് വിത്ത് മിനിമം കണ്ടൻറ്റ്
ഞാൻ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ സോ ഇനീഷ്യലി ഇതായിരുന്നു എൻ്റെ ദിസ് വാസ് മൈ എന്താ പറയുന്ന ഒരു ഇനീഷ്യേഷൻ റിച്വൽ പോലെ ഇത് ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെയാണ് അനൂപ് സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ സാറും ഈ ടെംപ്ലേറ്റ്സ് എക്സ്റ്റെൻസീവ്ലി സാറ് പറയുന്നുണ്ടായിരുന്നു മെയിൻ സ്കില്ലറിനകത്ത്, വിച്ച് ഇസ് ഈ ആർക്കിടെക്ചറിൽ ചോദ്യം വരുമ്പോൾ എങ്ങനെ എഴുതണം, അല്ലെ ഏൻഷ്യൻ ഇന്ത്യയിൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, എക്കണോമിക്സിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, ഗ്ലോബലൈസേഷനെ പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ ടെംപ്ലേറ്റ്സ്. സോ മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യലി ശ്രമിച്ചു, റാദർ ദാൻ മാക്സിമൈസിങ് കണ്ടന്റ് മിനിമൈസ് ചെയ്യുക, ടെംപ്ലേറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഈ അറ്റംപ്റ്റിലും സെയിം തിങ്, I try to get maximum templates and I try to think in those templates. ആ ടെംപ്ലേറ്റ്സിലൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ചില പോയിന്റ്സ് വരും. സം ഓഫ് ദോസ് പോയിന്റ്സ് മൈറ്റ് ബി യുണീക്ക്. കാരണം ഇത് ആരുടെ നോട്ട്സിലില്ലാത്തൊരു കാര്യം, എൻ്റെ പോലെ നോട്ട്സിലില്ല, പക്ഷെ ഞാൻ ചിന്തിക്കാൻ തന്നെ എനിക്ക് വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ദിസ് ടൈം ഐ ട്രൈ ടു ഡു ദാറ്റ്. ഏറ്റവും അവസാനം ഞാൻ അധികം ടെംപ്ലേറ്റുകളൊന്നും ഉണ്ടാക്കിയില്ല. ഏറ്റവും അവസാനം മൈ ഗോ ടു ടെംപ്ലേറ്റ് വാസ് സിലബസ്. ഞാൻ സിലബസിൻ്റെ ആദ്യം മുതൽ ആലോചിക്കും, ഓക്കെ ഹിസ്റ്ററി പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഏൻഷ്യൻ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് എവിടെ വരെ വേണമെങ്കിലും എനിക്ക് പോവാം. അങ്ങനെ അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് പിന്നെ ജോഗ്രഫി എടുക്കുക, ഇന്ത്യൻ ജോഗ്രഫി അല്ലെ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എടുത്താൽ ഓക്കെ ജിയോമോർഫോളജിയിൽ എന്തെങ്കിലും എഴുതാമോ, സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അഗൈൻ ഡിവൈഡ് ചെയ്ത് വിമൻ പിന്നെ ഡിവൈഡ് ചെയ്ത എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലെങ്കിൽ അങ്ങനെ ക്രൈം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഐ ഗോട്ട് കുറേ പോയിന്റ്സ് വിത്ത് മിനിമം എഫേർട്ട്. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ ഒരു രീതി ചിന്തിച്ചു പോയപ്പോൾ ഐ കുഡ് ഗെറ്റ് തിങ്സ് ടു ദ പേപ്പർ. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ സ്റ്റിക്ക് ചെയ്തത് സിലബസിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം മുതൽ ഞാൻ ചിന്തിക്കും ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, പിന്നെ GS2, പോളിറ്റി, അങ്ങനെ. സോ ദാറ്റ് വാസ് മൈ ദ വേ ഇൻ വിച്ച് ഐ യൂസ് ടു ഗെറ്റ് കണ്ടന്റ്. ഇതിനകത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു അനാലജി ഉണ്ട്, ഞാനത് കുറച്ച് നാളായിട്ട് ഞാൻ ആലോചിച്ചൊരു അനാലജിയാണ്. ബേസിക്കലി നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടിയപ്പം എന്ന് പറയും, നൂൽപുട്ടെന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അരിമാവ് എടുത്ത് അതിനകത്ത് വെള്ളം ഇട്ട് കുഴച്ചൊരു ഉണ്ട ഉണ്ടാക്കും. ദിസ് ഇസ് ദ മാസ്, ദിസ് ഇസ് ദ എന്താ പറയുന്നത് ക്രൂഡ് കണ്ടന്റ് ദാറ്റ് ഐ ഹാവ്. നൗ ഐ ഹാവ് ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ കറക്കുന്ന ഒരു മെഷീൻ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ മെഷീനാണ് എൻ്റെ ടെംപ്ലേറ്റ്. എൻ്റെ കയ്യിൽ ഒരൊറ്റ മാവേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് കമ്പാർട്ട്മെൻ്റലൈസ് നോളജ്. ഇത് വന്നാൽ ഇത് എഴുതും, അത് വന്നാൽ ഇത് എഴുതും എന്ന് എനിക്കില്ല. എനിക്ക് ഒറ്റ മാസുണ്ട്, ഒറ്റ ക്രൂഡ് കാര്യമുണ്ട്. എന്ത് ടൈപ്പ് മെഷീനാണോ എനിക്ക് വരുന്നത്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനകത്തിൽ ആൻഡ് ദാറ്റ് മെഷീൻ ഇസ് ദ ടെംപ്ലേറ്റ്. ഉള്ള അരിമാവ് ഇതിനകത്ത് വെച്ച് ഒരു ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ദാറ്റ് ഈസ് വാട്ട് ഐ ട്രൈ ടു. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം ആൻസർ റൈറ്റിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആൻസർ തിങ്കിങ്. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ തിങ്കിങ്ങിന് എംഫസൈസ് ചെയ്തിട്ട് കുറേ പ്രോഗ്രാംസ് നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൻസർ റൈറ്റിംഗ് ചെയ്യണം, ഒരുപാട് എഴുതണം, 100 ടെസ്റ്റ് എഴുതണം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അതിലല്ല കാര്യം. ബെഞ്ചോ പറയുന്നത് പോലെ എങ്ങനെ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നു, ഏത് രീതിയിൽ നിങ്ങൾ കണ്ടന്റ് റീകളക്ട് ചെയ്യുന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ സ്കില്ലറിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഫ്രെയിം വർക്ക് അപ്രോച്ചിൻ്റെ ട്രെയിനിങ് നമ്മൾ ലീഡേഴ്സിൽ തരുന്നത്. അപ്പം ആ ട്രെയിനിങ്ങിൽ ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഫ്രെയിം വർക്കിനെ പലരും കാണുന്നത് ഒരു ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളിലുള്ള കണ്ടന്റ് ബെഞ്ചോ പറഞ്ഞതുപോലെ ഈ ഇടിയപ്പത്തിൻ്റെ മാവ് പുറത്തേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കണ്ടന്റിനെ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അത് ഒരു ടെക്നിക്കാണ്, എക്സാം ടെക്നിക്കാണ്. കാരണം ആ എക്സാം ടെക്നിക്ക് ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ടന്റിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ആൻഡ് ഐ ഓൾവേസ് യൂസ് ടു സേ ദാറ്റ് ജനറൽ സ്റ്റഡീസിലൊന്നും പഠിച്ചില്ലെങ്കിലും യു ക്യാൻ ക്രാക്ക് ഇറ്റ് ഇൻ 3 months, വിച്ച് ഈസ് വെരി ട്രൂ. അതുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളോട് നിങ്ങൾ പ്രിലിംസ് നിങ്ങൾ എങ്ങനെയും ഒന്ന് കയറി വാ, മെയിൻസിന് വി ഹാവ് സെറ്റ് ഓഫ് ടെക്നിക്സ് വിച്ച് ഇഫ് യു ആർ യൂസിങ് എഫക്റ്റീവ്ലി യു ക്യാൻ ഈവൻ ക്ലിയർ മെയിൻസ് ഈസിലി ഇൻ 3 months. അത് നമ്മൾ ഒരുപാട് പേരിൽ കണ്ടാണ്. ബെഞ്ചോയും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് ബെഞ്ചോ കഴിഞ്ഞ തവണ മെയിൻസ് കയറിയിട്ടുള്ളത്. Now let's come back to the conversation to the next stage, that is obviously interview. Last time Benjo interview poyapam he got very good marks, 195 marks, and what helped you to score that? And this time also mark list is not a doubt. But I think you have a way with interviews. How do you tackle that? എനിക്കറിയില്ല സർ, ഇഫ് ഐ ഹാവ് എ വേ വിത്ത് ഇൻ്റർവ്യൂസ് ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ നേരത്തെ ഐ വാസ് ഓൾറെഡി ഇപ്പോൾ CRPF ഐ ഹാഡ് ഗോട്ട് ഇൻ. അവിടെയും ഇത്രയും നല്ലതല്ലായിരുന്നു, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ. വാട്ട് ഹെൽപ്പ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട്. ഫസ്റ്റ് തിങ് ഐ ട്രൈ ടു ഡു വാസ് ഡാഫ് പ്രിപ്പറേഷൻ. ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് അഗെയിൻ അതും
ഓർഗനൈസ്ഡ് ആയിട്ട് കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ എൻ്റെ നാടിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ദർ വാസ് എ ബോക്സ് അപ്രോച്ച് ദറ്റ് ഐ യൂസ്ഡ്. ഇപ്പോൾ എൻ്റെ ഡാഫിലുള്ളത് മൈ ഡിസ്ട്രിക്ട്, മൈ സ്റ്റേറ്റ്, പിന്നെ എൻ്റെ ഹോബീസ്. സോ ഐ ട്രൈ ടു ക്രിയേറ്റ് എ പുണ്ണറ്റ് സ്ക്വയർ എന്ന് ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, വിച്ച് ഇസ് എ x/x സ്ക്വയർ. ഇവിടെ കുറേ കാര്യം ഇടും, താഴെ കുറേ കാര്യം ഇടും. വെനെവർ ഇറ്റ് crosses I try to get information on that. ഫോർ എക്സാമ്പിൾ, വോളിബോൾ എൻ്റെ ഡാഫിലുള്ളൊരു കാര്യമായിരുന്നു. കേരളം എൻ്റെ സ്റ്റേറ്റാണ്. അപ്പം ഞാൻ പഠിക്കുമ്പോൾ വോളിബോളും കേരളവും തമ്മിലുള്ള ബന്ധിപ്പിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. സോ ദിസ് അഗെയിൻ ഐ ഗോട്ട് ഫ്രം ഏതോ ഒരു ടോപ്പർ, there was an IAPS officer with whom I had taken a one-on-one. അദ്ദേഹം പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ്, ആൻഡ് ഐ യൂസ്ഡ് ഇറ്റ്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫോർ ഡാഫ്. സോ ഫസ്റ്റ് തിങ് ഇസ് ഡാഫ്. രണ്ടാമത്തെ കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പിയർ മോക്സ്. വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻ ഇവിടെ തന്നെ ഉള്ളവരാണ്. അജയ്, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, അജയ് ഇസ് വൺ. അതുപോലെ പോൾ ജോൺ, അതുപോലെ നന്ദു. ഇവർ 3 പേരുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിയർ മോക്കുകൾ ചെയ്തത്. സോ ദീസ് 3 people യൂസ് ടു സിറ്റ് ആൻഡ് ദേ യൂസ് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഒരു 15 minutes 20 minutes ചെയ്യും, ഞാൻ പറയും. അങ്ങനെ ഐ യൂസ് ടു ഡു ഇറ്റ് ഡെയിലി. ഈ വർഷം അഗൈൻ ഇവിടുന്ന് തന്നെ 225 കിട്ടിയ നെവിൻ ഓൾസോ ജോയിൻഡ് ഇൻ. പിന്നെ വേറെ അനദർ ഫ്രണ്ട് ഓഫ് മൈൻ ആൽബർട്ട് ഓൾസോ ജോയിൻഡ് ഇൻ. അപ്പോൾ ദിസ് വാസ് ദ സെക്കൻഡ് പാർട്ട്, വിച്ച് ഇസ് പിയർ മോക്സ്. തേർഡ് പാർട്ട് വാസ് മോക്ക് ഇൻ്റർവ്യൂസ്. അത് ഞാൻ അധികം ചെയ്തില്ല. ലാസ്റ്റ് ഇയർ ഓൾസോ ഐ ഡിഡ് 4. ഈ വർഷം ഐ ഡിഡ് 3-4 ഇത്ര ചെയ്തു. ഫോർത്ത് തിങ് വാസ് കറണ്ട് അഫയേഴ്സ്, വിച്ച് വാസ് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പേപ്പർ വായിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് പേപ്പർ വായിക്കുന്ന ഒരാളല്ല. മെയിൻസിന് തൊട്ട് മുമ്പും ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പും മാത്രമായിരുന്നു ഞാൻ പേപ്പർ വായിച്ചത്. പക്ഷേ വെൻ ഐ റെഡ് ഇറ്റ്, ഐ ട്രൈ ടു അഗെയിൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി എക്സാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ വർഷത്തെ ഇൻ്റർവ്യൂ എങ്ങനെ പോയി? എന്താണ് ബെഞ്ചോട് ചോദിച്ചത്? ഈ വർഷത്തെ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഇയറിൻ്റെ ഇൻ്റർവ്യൂവിനെക്കാട്ടി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ എല്ലാ ചോദ്യങ്ങളും 100% ഫ്രം ഡാഫ് ആയിരുന്നു. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്തമാറ്റിക്സിലാണ്. സോ മാത്തമാറ്റിക്സിന് ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നാണ്ട് കുറേ കേരളത്തിന് ചോദ്യം ഉണ്ടായിരുന്നു. കുറേ ചോദ്യമൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. ഒരു ചോദ്യമായിരുന്നു ബാക്ക് വാട്ടേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം എല്ലാവരും കേട്ടിട്ടുണ്ട് ബാക്ക് വാട്ടേഴ്സ് എന്താണെന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് പറയാൻ പറ്റും, തുടങ്ങി, പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല, സോറി പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവർ പറഞ്ഞു, നീ കേരളത്തിൽ നിന്നുകൊണ്ട് ഇതുപോലും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഇയർ ഉണ്ടായി. പക്ഷേ ദിസ് ഇയർ എവറിതിങ് വാസ് നോട്ട് ഫ്രം ഡാഫ്. എല്ലാം നോട്ട് ഫ്രം ഡാഫ്. എൻ്റെ അടുത്ത് ചോദിച്ചത് എല്ലാം കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ലഡാക്കിനെ പറ്റി ചോദിച്ചു, ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റിനെ പറ്റി ചോദിച്ചു, CA NRC, സൗത്ത് ചൈന സീ, ഫിലിപ്പീൻസ് ചൈന റിലേഷൻ, പിന്നെ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് വിച്ച് വാസ് റീസെൻ്റ്ലി ടെലകോം ബില്ല്. അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു ഭയങ്കര എക്സ്ട്രീനിയസ് ചോദ്യം ചോദിച്ചത് സ്കൈ ഡൈവിങ് ഓർ സ്കൂബ ഡൈവിങ്. കംപ്ലീറ്റ്ലി റാൻഡമായിട്ട് ചോദിച്ചു, ഏതാണ്, വാട്ട് വിൽ യു ചൂസ് എന്ന് ചോദിച്ചു. ഇത്രയാണ് എനിക്ക് അവർക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ നമ്മൾ 3 സ്റ്റേജും കവർ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ജനറലി ഉണ്ടാകുന്ന ഒരു സംശയങ്ങളിലേക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ഐ തിങ്ക് ബെഞ്ചോ ഈസ് സമ്മൺ ഹു കീപ്സ് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് സ്റ്റഡീസ് ഓൾസോ, ബേസിക്കലി ഇൻ സ്പോർട്സ്. അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പഠന പ്രക്രിയയെ സഹായിച്ചിട്ടുള്ളത്? ഞാൻ സ്കൂളിൽ മുതൽ തന്നെ അത്ലറ്റിക് ആയിരുന്നു. ആൻഡ് ഐ ഓൾവേസ് യൂസ് ടു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ്. അപ്പോൾ ഞാൻ അത്ലറ്റിക്സിലുണ്ടായിരുന്നു. ആൻഡ് ദെൻ സ്കൂളിൽ വോളിബോൾ വാസ് ഓൾസോ ദർ. കോളേജിൽ വന്നപ്പോൾ വി ഡി നോട്ട് ഹാവ് എ കോളേജ് വോളിബോൾ ടീം. ഞാനും കുറച്ച് ഫ്രണ്ട്സൂടെ കണഞ്ഞ ഒരു വോളിബോൾ ടീം ഉണ്ടാക്കാനൊക്കെ പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പക്ഷേ അങ്ങനെയാണ് കോളേജിൽ വോളിബോൾ ഇല്ലാത്തതുകൊണ്ട് ദെൻ ഐ ടേൺ ടു 2 things. ഒന്ന് അൾട്ടിമേറ്റ് ഫ്രിസ്ബി ആയിരുന്നു. പിന്നെ വേറൊരെണ്ണം വല്ലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ ജിമ്മിൽ പോയിരുന്നു. ഇത് 2 എണ്ണം ഐ ട്രൈ ടു പിക്ക് അപ്പ്. ആൻഡ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴും ഓൺ ആൻഡ് ഓഫ് ഞാൻ ഐ യൂസ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ഫിറ്റ്നസ്. അൾട്ടിമേറ്റ് ഫ്രിസ്ബി ഇടയ്ക്ക് വളരെ വിരളമായിട്ട് കളിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ സ്പോർട്സിലെ ഇൻട്രസ്റ്റ്. അതെ. അപ്പം ജനറലി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ഞാൻ ചോദിക്കാം. ഐ മീൻ അതിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എല്ലാവരും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് NCERT നിന്നാണ്. ആൻഡ് യു ഓൾസോ റൈറ്റ്ലി മെൻഷൻ ലൈക്ക് ജിയോഗ്രഫി ആൻഡ് ഓൾ ദീസ് തിങ്സ് NCERT പഠിച്ചു എന്നുള്ളത്. So how was your approach to NCERT, and did you read all the NCERTs that recommended, and what was the strategy when you tried to read NCERT? Okay. എനിക്ക് ഈ ഒരു NCERT ക്രേസ് ഇല്ലായിരുന്നു. ഐ ബേസിക്കലി വാണ്ടഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ ദാറ്റ് വുഡ് ഹെൽപ്പ് മീ ടു ക്ലിയർ പ്രിലിംസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ജോഗ്രഫി NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അങ്ങനെ ഞാൻ ജോഗ്രഫി NCERT വായിച്ചു. പിന്നെ ഐ അണ്ടർസ്റ്റുഡ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ലൈൻ ഉണ്ടാക്കിയായിരുന്നു ഏൻഷ്യൻ മെഡീവലിന്. അതുപോലെ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദ തീംസ്, ഈ പുതിയ NCERT സീരീസിലെ തീംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഏൻഷ്യൻ മെഡീവൽ മോഡൽ. അപ്പം ഞാൻ അതിനകത്ത് നോട്ട്സ് ഉണ്ടാക്കിയില്ല, പക്ഷെ ഞാൻ ആ NCERT മാത്രം ഭയങ്കര സെലക്റ്റീവ്ലി എൻ്റെ ഗ്ലോസറിയിൽ തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ആണെങ്കിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് അത് മാത്രം നോക്കിപ്പോയി. സോ അത് രണ്ടുമാണ് എൻ്റെ NCERTയുമായിട്ടുള്ള ബന്ധം. ബാക്കിയെല്ലാം ഞാൻ റെക്കമെൻഡഡ് ബുക്സാണ് വായിച്ചത്. സോ ഇപ്പോൾ പോളിറ്റിയിൽ ലക്ഷ്മികാന്ത്, ഇക്കണോമിക്സിൽ മൃണാൽ സാറിൻ്റെ നോട്ട്സ്, മോഡേൺ സ്പെക്ട്രം, എൻവയൺമെൻറ്റിന് PMFIAS, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. സോ NCERT ഒരു കംപ്ലീറ്റ്ലി എല്ലാ NCERTയും വായിച്ചിട്ടില്ല ഞാൻ. ഓക്കെ. ആൻഡ് ഓൾസോ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പത്രം വായിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ അത് അത്ര ഒരു റിലീജിയസ് ആയിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ബെഞ്ചോയുടെ മൊത്തത്തിലുള്ള അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടി അത് ഗ്രാബ് ചെയ്യുക, ബിറ്റ്സ് ആൻഡ് പീസസ്. ദ ഓൺലി അൾട്ടിമേറ്റ് എയിം ഈസ് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് സ്കോർസ്. അതെ. അപ്പം അത് കിട്ടുന്ന എവിടെ നിന്നാണെങ്കിലും അതെല്ലാം പെറുക്കി കൂട്ടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബെഞ്ചോ ഇരുന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സും ആ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പല ഡൈവേഴ്സ് സോഴ്സിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് ഹൗ ഡു യു മാനേജ് ദാറ്റ്? ഓക്കെ. സോ കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇൻ ദ മൂന്ന് സ്റ്റേജസിലും കറണ്ട് അഫയേഴ്സ് ഇസ് കമ്മിങ് ഡിഫറെൻ്റ്ലി. ഫസ്റ്റ് പ്രിലിംസ് ദറ്റ് ഐ ക്ലിയർഡ്, ഞാൻ ചെയ്തൊരു കാര്യം, സാറ് മൈക്രോ ക്ലാസ് ചെയ്യുമായിരുന്നു. ഐ ഡിഡ് നോട്ട് അറ്റൻഡ് മൈക്രോ ക്ലാസ്സസ്. പക്ഷേ മൈക്രോ ക്ലാസ്സിൻ്റെ ഒരു PDF ഏറ്റവും അവസാനം ഇറക്കിയായിരുന്നു. 2500 ടോപ്പിക് ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ ആ ഓരോ ടോപ്പിക്കും ഇരുന്ന് ഗൂഗിൾ ചെയ്തു, എല്ലാ ടോപ്പിക്കും ഗൂഗിൾ ചെയ്തു. എനിക്ക് മനസ്സിലാവേണ്ട കാര്യം ഞാൻ എൻ്റെ ഒരു നോട്ടിനകത്ത് എഴുതി വെച്ചു. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രിലിംസിന് വേണ്ടി ഞാൻ ചെയ്ത കറണ്ട് അഫയേഴ്സ്. ദാറ്റ് ഈസ് ദി ഓൺലി കറണ്ട് അഫയേഴ്സ് ദാറ്റ് ഐ ഡിഡ്. രണ്ടാമത്തെ പ്രിലിംസിന് ഐ ഓൺലി ഹാഡ് 10 days 10-15 days. അപ്പോൾ എനിക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ when it came to mains, I made sure that prelims കഴിഞ്ഞിട്ട് when I started sitting for mains, എല്ലാ ദിവസവും ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. I read one newspaper and I used to collect things that I could reproduce in the exam hall. രണ്ട് റീസൺസ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ദി എക്സാമിനർ ഇസ് നോട്ട് സംബഡി ഹു ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ പേപ്പർ വായിച്ചില്ലെങ്കിലും പുള്ളി പേപ്പർ വായിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് 2 മാസത്തിനിടയ്ക്ക് നടന്നൊരു ഇൻസ്റ്റൻസ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആ 2 മാസത്തിനകത്തിൽ കാണുന്ന ഒരു ന്യൂസ്, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ, അന്ന് ഈ ഡൽഹിയിൽ പോട്ട് ഹോൾസിൽ വീണ ആൾക്കാർ മരിക്കുന്ന ഒരു ഇത്, പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അഗെയിൻ ഇലക്ട്രിസിറ്റി എന്തോ ഫ്ലോ ചെയ്ത് ഒരാൾ മരിച്ച ഒരു ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്പതിയെ പറ്റിയോ അല്ലെങ്കിൽ മിസ് ഗവർണൻസിനെ പറ്റിയോ കോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സാമ്പിൾ അതാണ്. അത് ആര് ചെക്ക് ചെയ്താലും അത് കണക്ട് ചെയ്യാൻ പറ്റും, കാരണം 2 മാസത്തിനുള്ളിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സോ ഫസ്റ്റ് വൺ വാസ് ഐഡൻറ്റിഫൈങ് വിത്ത് ദി എക്സാമിനർ. രണ്ടാമത്തെ കാര്യം, ന്യൂസ് പേപ്പേഴ്സ് ആർ ആക്ച്വലി ഐഡിയാസിൻ്റെ ഒരു വലിയ കലവറാണ് ന്യൂസ് പേപ്പർ. അപ്പോൾ എനിക്ക് മെയിൻസിനകത്തിൽ എല്ലായിടത്തും എഴുതാൻ പറ്റുന്ന ഇൻഫർമേഷൻ ന്യൂസ് പേപ്പറിനകത്ത് നിന്ന് കിട്ടി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പാരാസ്റ്റേറ്റൽസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അർബൻ ഗവർണൻസ്, വിച്ച് ഇസ് ഈ പറയുന്ന നമ്മുടെ വാട്ടർ അതോറിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് പാരാസ്റ്റേറ്റൽ, വിച്ച് ഇസ് എക്സിക്യൂട്ടീവായിട്ടുള്ള ബോഡീസാണ്. അവർ അർബൻ ഗവർണൻസിൽ ഒത്തിരി ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് ആക്ച്വൽ മുനിസിപ്പാലിറ്റികൾക്കോ പഞ്ചായത്തുകൾക്കോ ഫങ്ഷനാലിറ്റി ഇല്ല എന്നുള്ളത് എപ്പോഴും പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാനത് എടുത്ത് എൻ്റെ എവർനോട്ടിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ഓൺ അർബൻ ഗവർണൻസ് എനിക്ക് എഴുതാം, ഇഫ് ക്വസ്റ്റ്യൻ കംസ് ഓൺ LSG എനിക്ക് എഴുതാം, ക്വസ്റ്റ്യൻ കംസ് ഓൺ എൻവയൺമെൻറ്റ് എനിക്ക് എഴുതാം. കാരണം മുനിസിപ്പാലിറ്റീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബെറ്റർ അർബൻ മാനേജ്മെൻറ്റ് നടക്കും. സോ എത്തിക്സിനകത്ത് എനിക്ക് എഴുതാം, സൈലോൈസേഷൻ, അങ്ങനെ പല സ്ഥലങ്ങളിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സോ ദീസ് ആർ ദ 2 ways in which I try to approach current affairs for mains. ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി വാസ്റ്റ്. ഞാൻ ഒരു 2 പേപ്പർ വായിക്കുമായിരുന്നു, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്സും ട്രൈ ടു റീഡ്. ഈ പ്രാവശ്യം ഞാൻ എക്കണോമിക് പേപ്പർ വായിക്കണം എന്ന് എൻ്റെ അടുത്തൊരു സജഷൻ കിട്ടി. റിലീജിയസ് ആയിട്ട് വായിച്ചിട്ടില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ അതും വായിക്കുമായിരുന്നു. അങ്ങനെയാണ് 3 സ്റ്റേജസിലും കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യുന്നത്. ഓപ്ഷണൽ ആന്ത്രപ്പോളജിയാണ്. അതെ. അതിനെക്കുറിച്ചുകൂടെ എന്തുകൊണ്ടാണ് ആന്ത്രപ്പോളജി എടുത്തത്, ആൻഡ് ചുരുക്കി പറഞ്ഞാൽ ആന്ത്രപ്പോളജിയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്? ഓക്കെ. ആന്ത്രപ്പോളജി എടുത്തത് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആന്ത്രപ്പോളജിയിൽ. ഞാൻ അന്ന് ഈ യുവാൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചു. പിന്നെ ആന്ത്രപ്പോളജിയുടെ സിലബസ് ഞാൻ നോക്കിയപ്പോൾ ഇറ്റ് ഹാഡ് ഈ എവല്യൂഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലിജൻ, പൊളിറ്റിക്സ്, ഇതൊക്കെ എങ്ങനെ ഇവോൾവ് ചെയ്തു, പിന്നെ ഹ്യൂമൻ എവല്യൂഷൻ. ഞാൻ 12th ബിക്കോസ് ഐ ഹാഡ് ബയോളജി, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായതുകൊണ്ടും
ഈവൻ ദോ ഐ ഡി നോട്ട് പെർസ്യൂ ഇറ്റ്, ഐ ഫെൽറ്റ് ഓക്കെ എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ആന്ത്രപ്പോളജി ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കാര്യം, ആ ഒരു സമയത്ത് ഈ AR1 AR2 ഒക്കെ ആന്ത്രോയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഒത്തിരി നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ അനുദീപ് ദുരിഷെട്ടി സാറ്, അക്ഷത് ജെയിൻ സാർ, ഇവരൊക്കെ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ, ഈ മന്ദാർ പഠിക്കുന്ന ഞാൻ പറഞ്ഞ ടോപ്പർ, അദ്ദേഹവും ആന്ത്രപ്പോളജി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാർക്ക് സ്കോറിംഗ് ആണ്, ഇൻട്രസ്റ്റ് ഉണ്ട്, ആ 2 ക്രൈറ്റീരിയ ആണ് ആന്ത്രപ്പോളജി ചൂസ് ചെയ്യാനുള്ള കാര്യം. ആന്ത്രപ്പോളജി പ്രിപ്പറേഷനും അഗൈൻ ഒരു സെറ്റ് പാറ്റേൺ അല്ല, ഇറ്റ് ഇസ് എ വെരി ഹാവസാർഡ് തിങ്. അത് പല സ്ഥലത്തു നിന്നും ബിറ്റ്സ് ആൻഡ് പീസസ് കളക്ട് ചെയ്തു. ഞാനൊരു ഫൗണ്ടേഷൻ കോഴ്സും ജോയിൻ ചെയ്തായിരുന്നു ഇൻ വാജിറാം. അത് ഭയങ്കര എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നില്ല, പക്ഷേ ഇറ്റ് ഡിഡ് ഹെൽപ്പ് മീ ഇൻ സം വേസ്, ഒരു ഓറിയൻറ്റേഷൻ തന്നു. പിന്നീട് ഇറ്റ് വാസ് ഓൾ സെൽഫ് പ്രിപ്പറേഷൻ, തന്നെ പഠിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ എ ലോട്ട് ഓഫ് മെൻറ്റേഴ്സ് വെർ ദെയർ. അവരുടെ ഓരോരുത്തരുടെയും പേര് എടുത്തു പറയാനാണെങ്കിൽ ഹൈദരാബാദിലൊരു വിവേകാനന്ദ സാറുണ്ട്, പിന്നെ ഹൈദരാബാദ് തന്നെ വേറൊരു ശിവതേജ സാർ, ഇങ്ങനെ കുറച്ച് പേര്, 2 പേരാണ് മെയിൻലി എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അതല്ലാതെ ലീഡിൽ ഷിർഫാത്ത് സാർ, ഇവരെല്ലാം പലരും ഉള്ള ഒരു, അവരുടെ എല്ലാം മെൻറ്റർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആന്ത്രപ്പോളജി ടാക്കിൾ ചെയ്തത്. ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുന്നതിന് മുമ്പ് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് വെദർ ദേ ഹാവ് ടു കീപ്പ് എ പ്ലാൻ ബി. സോ ഡിഡ് യു ഹാവ് എ സോളിഡ് പ്ലാൻ ബി? അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, ആ ഒരു ഡിലിമേനെ? ഇതൊരു ആക്ച്വൽ ഡെലമയായിരുന്നു. എൻ്റെ കേസിൽ ഈ ഡെലമയ്ക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഇൻ ടെക്നിക്കലി സ്പീക്കിംഗ് എനിക്ക് ഞാൻ ലോയിൽ ജോയിൻ ചെയ്തതിൻ്റെ മെയിൻ കാര്യം അതായിരുന്നു. ഇഫ് പ്രിലിംസ് അല്ലെങ്കിൽ UPSC നടക്കുന്നില്ല എങ്കിൽ ഐ കുഡ് എനിവേ ബിക്കം എ ലോയർ, ഒരു പ്രൊഫഷൻ ഐ കുഡ് ഹാവ്. അങ്ങനെയാണ് ലോയ്ക്ക് ജോയിൻ ചെയ്തത്. പിന്നെ ഐ വാസ് റൈറ്റിംഗ് അതർ എക്സാംസ്. അപ്പോൾ CRP ഈ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് UPSC CAPF 2022 എനിക്ക് സെയിം 59th റാങ്ക് തന്നെയായിരുന്നു. അങ്ങനെ ഐ വാസ് അലോട്ടഡ് CRPF. അപ്പോൾ ഐ ഡിഡ് ഹാവ് എ പ്ലാൻ ബി ടെക്നിക്കലി സ്പീക്കിംഗ്. പക്ഷേ വെദർ ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ പ്ലാൻ ബി എനിക്കിപ്പോഴും അറിയില്ല. ഫിലോസഫിക്കലി സ്പീക്കിംഗ് എങ്ങനെ ഉണ്ടാകുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അത് ഒരാളെ ലിമിറ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ. ആൻഡ് ഓൾസോ ഐ സീ ദാറ്റ് യു യൂസ് ലോട്ട് ഓഫ് ഡിജിറ്റൽ ടൂൾസ് അല്ലേ? അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? ഐ മീൻ നമ്മുടെ ലേണിംഗ് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഹൗ ഡിജിറ്റൽ ടെക്നോളജി ഹെൽപ്ഡ് യു? ഓക്കെ, ഞാൻ കുറേ ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ എക്സ്റ്റെൻസീവ്ലി ഉപയോഗിച്ച ആളാണ്. എല്ലാം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഓർക്കുമ്പോൾ ഓരോന്ന് ഞാൻ പിന്നീട് എപ്പോഴേലും പറഞ്ഞോളാം. ഓർക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത് എവർനോട്ട് നേരത്തെ നല്ലതായിരുന്നു. ഇപ്പോൾ എന്തോ ഫ്രീ അല്ലെന്ന് തോന്നുന്നു, ഒരു നോട്ടങ്ങാണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഫ്രീ. അപ്പോൾ ഞാൻ എവർനോട്ടിൽ എക്സ്റ്റെൻസീവ്ലി നോട്ട്സ് കളക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അധികം ആർക്കും അറിയാത്തൊരു ആപ്പാണ് ആങ്കി. ഈ മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. ആങ്കി ഈസ് എ ഫ്ലാഷ് കാർഡ് ആപ്പ്. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയാം. സോ അതൊരു ഫ്ലാഷ് കാർഡ് ആപ്പാണ്. ആൻഡ് ഐ യൂസ് ദാറ്റ് ഫോർ പ്രിലിംസ്. ആന്ത്രോയ്ക്കും വളരെ മിനിമലി ഞാനത് യൂസ് ചെയ്തു. മൂന്നാമത് ഇപ്പോൾ ബാർഡ്, ഈ ജെമിനി എന്നുള്ള AI-ന് മുമ്പ് ബാർഡായിരുന്നു. ബാർഡും ChatGPT-യും ഞാൻ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 3 എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. വേറെ കുറേ ഞാൻ, പിന്നെ നോഷൻ ഞാൻ ട്രൈ ചെയ്തു, പിന്നെ അത് ഏകദേശം ലീവ് ചെയ്തു. അങ്ങനെ കുറേ അധികം ടൂൾസ് ഞാൻ ഉപയോഗിച്ചായിരുന്നു. ബാക്കി എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാം. അതെ. ആൻഡ് ഓൾസോ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അത് ആവശ്യമായിട്ട് സംസാരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഐ എം നോട്ട് വെരി ഷുവർ വെദർ യു ഹാഡ് ലോട്ട് ഓഫ് സ്ട്രെസ് വൈൽ അറ്റൻഡിങ് ദ എക്സാം. അങ്ങനെ അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? വാട്ട് കൈൻഡ് ഓഫ് ഫിലോസഫി ഗൈഡഡ് യു that helped you to keep stress at a manageable level? സോ സ്ട്രെസ് ഇല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ട്രെസ് ആർക്കെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഹി മൈറ്റ് ബി എ ഗോഡ് ഓർ എ ആനിമൽ. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം സ്ട്രെസ്. എനിക്ക് ഐ വാസ് സ്കോറിങ് 80-90 മാർക്സ് ഇൻ ഈ മോക്ക് ടെസ്റ്റുകൾക്ക് 2 months ബിഫോർ. പക്ഷേ എൻ്റെ മനസ്സിലൊരു ആർബിട്രറി ഗോൾ ഉണ്ടായിരുന്നു, എനിക്ക് 100 മാർക്ക് എല്ലാ മോക്കിനും കിട്ടണം. എനിക്ക് കിട്ടിയില്ല. ഐ ജസ്റ്റ് ഗിവ് അപ്പ്. വളരെ മോശമാണ്. ആൻഡ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ സ്ട്രെസ് അഫക്റ്റഡ് മീ. ഓവർ ദി ഇയേഴ്സ് ഞാൻ അതിനെ എങ്ങനെ ഡീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സ്റ്റോയിസിസവുമായിട്ട് തന്നെ കുറച്ച് ഇൻഫ്ലുവൻസ്. ലോട്ട് ഓഫ് ഫിലോസഫീസ് ഹെൽപ്പ് മീ. പല വാല്യൂസും റിലീജിയസ് വാല്യൂസൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോയിസിസത്തിന് അതിൽ പറയുന്ന, ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ദെയർ ഇൻ ഓൾമോസ്റ്റ് ഓൾ റിലിജൻസ്,
ഇറ്റ് ഈസ് ദെയർ ഇൻ ഓൾ ഫിലോസഫീസ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, വിച്ച് ഈസ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. ദാറ്റ് ഐ എം നോട്ട് ടു മച്ച് അറ്റാച്ച്ഡ് ടു ദി ഡ്യൂട്ടി ദാറ്റ് ഐ എം ഡൂയിങ്, പക്ഷേ ഐ എം ഡൂയിങ് ദറ്റ് ഡ്യൂട്ടി ബിക്കോസ് ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഈ പ്രാവശ്യം റിസൾട്ട്സ് വന്നപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഐ ഹാഡ് ഓൾറെഡി ബോട്ട് 2 ന്യൂ ബുക്സ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ആർക്കിയോളജി. എൻ്റെ ആകെ ലക്ഷ്യം, ആർക്കിയോളജി ഈസ് എ പാർട്ട് ഓഫ് ആന്ത്രപ്പോളജി. അപ്പോൾ എൻ്റെ ആകെ ലക്ഷ്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് ഇസ് എൻ എക്സ്ട്രേനിയസ് തിങ്. പറയാൻ വളരെ സുഖമുള്ളൊരു കാര്യമാണ്, എളുപ്പമാണ്. അനുഭവത്തിലോട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ പറയുന്നില്ല എൻറ്റയർലി കൃഷ്ണൻ്റെ കൂട്ട് സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഐ ട്രൈ ടു ഡു ദാറ്റ്. അതെന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. ഐ ട്രൈ ടു നോട്ട് ഗിവ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു ദി ഔട്ട്കം. ഐ ട്രൈ ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു മൈ എഫേർട്ട്. അതാണ് ഞാൻ ചെയ്തത്. എനിക്ക് റീഎംഫസിസ് ചെയ്യാൻ താല്പര്യമുള്ള വേറൊരു കാര്യം നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡി മെക്കാനിസമാണ്. പല ഗ്രൂപ്പിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവമാണ്, ഇങ്ങനെ സിവിൽ സർവീസ് സർക്കിളിൽ കുറേ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓൾമോസ്റ്റ് വാട്ട് ഐ ഫെൽറ്റ് 80% ഓഫ് ദം ഫെയിൽ ബിക്കോസ് ലൈക്ക് പീപ്പിൾ വിൽ ഹാവ് ഡിഫറെൻറ്റ് അജൻഡാസ്. കാരണം ചില ആളുകൾ ഇത് ഫിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഇത് തീർത്തിട്ടുണ്ടാവില്ല. അപ്പം ദേ ഓൾവേസ് ബോദർ വെദർ ദേ ആർ വേസ്റ്റിംഗ് ടൈം ഇൻ അറ്റൻഡിങ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ എങ്ങനെയാണ് മൊത്തത്തിലുള്ള സിവിൽ സർവീസ് സർക്കിൾ ആ ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തത്, ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് എൻഷുർഡ് ദാറ്റ് ദ മൊമെന്റ് ഹാസ് കണ്ടിന്യൂഡ് ആൻഡ് ഓൾ ഓഫ് ദം സ്റ്റിക്ക് ടു ദാറ്റ് പ്രോസസ്? ഓക്കെ, സോ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എനിക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ താല്പര്യമുണ്ട്. ഫസ്റ്റ് ഇസ് ദ ഫോർമൽ തിങ്സ് ആൻഡ് സെക്കൻഡ് ഇസ് ദി ഇൻഫോർമൽ തിങ്. ഇൻഫോർമൽ തിങ് ആണ് നമ്മളിപ്പോൾ ഈ വരാന്തയിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് പ്രിലിംസിന് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, അതിനൊന്നും എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഐ യൂസ് ടു ടേക്ക് ഇറ്റ്. ഞാൻ ഒത്തിരി അങ്ങനത്തെ ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്തില്ല. ഐ യൂസ് ടു കീപ് ടു മൈസെൽഫ്. പക്ഷേ അഗൈൻ ഇഫ് സംബഡി വാസ് ടെല്ലിങ് സംതിങ് ഐ യൂസ് ടു ടേക്ക് ഇറ്റ്. രണ്ടാമത് ഫോർമൽ തിങ്സ്. ഫോർമൽ കാര്യങ്ങൾ അഗൈൻ സാറ് പറഞ്ഞൊരു കാര്യമാണ്, മെനി ഓഫ് ദം ഡു നോട്ട് വർക്ക്. എൻ്റെ മെയിൻ കാര്യം they are not in a level playing field. When I was in group discussions, ആൾക്കാർ, എൻ്റെ കൂടുതലുള്ള ആൾക്കാർ എൻ്റെ അത്രയുമെങ്കിലും മിനിമം കാര്യങ്ങൾ അറിയാവുന്നവരായിരുന്നു. സോ പിന്നെ എൻ്റെ സിമിലർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ കൂടെ ഞാൻ IR ഡിസ്കഷൻ ഇരുന്നിട്ടുണ്ട്. നന്ദുവിൻ്റെ നോട്ടാണ് ഞാൻ എടുത്തത്. നന്ദു എൻ്റെ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്ദു പറഞ്ഞു. ഐ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അങ്ങനെയായിരുന്നു അത് പോയത്. സോ നന്ദു ഇസ് സംബഡി ഹു ഇസ് എന്നെക്കാട്ടിൽ കൂടുതൽ ബെറ്റർ ബിക്കോസ് ഇസ് ഓപ്ഷണൽ ഇസ് ഓൾസോ PSIR. ബെറ്ററായിട്ട് IR-നെ പറ്റിയും പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി അറിയാവുന്ന ഒരാളാണ്. സോ ദാറ്റ് ഹെൽപ്പ് മീ. സോ അറ്റ്ലീസ്റ്റ് മിനിമം എൻ്റെ പോലെ കണ്ടന്റ് ഉള്ള ആൾ അല്ല എന്നെക്കാട്ടി ബെറ്റർ. സിമിലർ തിങ് വിത്ത് അജയും പോളും ഇവിടെ ലീഡിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. അവരും ഓൾ ഓഫ് അസ് നമ്മളെല്ലാവരും ഒരേ കോളേജിലായിരുന്നു ആൻഡ് സിമിലർലി പ്ലേസ്ഡ് ആയിരുന്നു കണ്ടന്റ് നോളജിൽ. അപ്പോൾ ദാറ്റ് ഇസ് ദ തിങ് ദാറ്റ് ഹെൽപ്ഡ്. അജയും പോളും നന്ദും കൂടെ ഞങ്ങൾ മൂന്നുപേരും ചെയ്ത ഒരു ഡിസ്കഷൻ വാസ് ഫോർ എത്തിക്സ്. എത്തിക്സിന് വേണ്ടി ഞങ്ങൾ ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ എടുക്കും. ഓൾ ദ 3 of us വിൽ തിങ്ക് ദി ആൻസർ, വി വിൽ നോട്ട് റൈറ്റ് ദി ആൻസർ. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ജോട്ട് ഡൗൺ ചെയ്യും. ഏറ്റവും അവസാനം എല്ലാവരും കൂടെ ഒരു 10 മിനിറ്റ് ജോട്ട് ഡൗൺ ചെയ്ത കാര്യങ്ങൾ പറയും. ഇത് അധികം നടന്നില്ല, പക്ഷേ വെൻ ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ വെരി എഫക്റ്റീവ് വേ. അപ്പോൾ സാറ് ചോദിച്ച പോലെ ഇപ്പം എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് സിമിലർലി പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ബൈ ഇറ്റ് സെൽഫ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദർ ഇസ് എ സർട്ടൻ സെൻസ് ഓഫ് മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ. ഒരാൾ ഇച്ചിരി ഡൗൺ ആയാൽ അടുത്ത ആൾ അത് പിക്ക് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ത്രൂ ഔട്ട്. ഈ പ്രിപ്പറേഷൻ്റെ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒബ്സ്റ്റാക്കിൾ എന്തായിരുന്നു? ഏറ്റവും വലിയ ഒബ്സ്റ്റാക്കിൾ ഗൈഡൻസ് ഇല്ലാത്തതല്ലേ, മെൻറ്റോർഷിപ്പ് ഇല്ലാത്തത് തന്നെയായിരുന്നു. കാരണം ഞാൻ ഈ റഡർലെസ് ബോട്ടായിരുന്നു. വെച്ചാൽ ഈ തുഴയാൻ ഈ തുഴയില്ലാത്ത ബോട്ടിൽ നടുക്കടലിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. എല്ലായിടത്തോട്ടും ഞാൻ കൈയിട്ടടിക്കുന്നുണ്ട്, എവിടെ ഞാൻ എത്തുന്നില്ല. എനിക്ക് ഗൈഡൻസ് കിട്ടിയപ്പോഴാണ് ചില കാര്യങ്ങൾ പഠിക്കണ്ട എന്നെനിക്ക് മനസ്സിലായത്. ദാറ്റ് ഈസ് വാട്ട് ഹെൽപ്പ് മീ. സോ എൻ്റെ ഏറ്റവും വലിയ സിംഗിൾ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഐ ഡിഡ് ഇസ് നോട്ട് ടേക്ക് ഗൈഡൻസ്. വെൻ ഐ ഫസ്റ്റ് ഞാൻ ഗൈഡൻസ് എടുത്തപ്പോൾ ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ. ഓക്കെ, അതുപോലെ തന്നെ എംഫസൈസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ഐ ഡെലിബറേറ്റ്ലി പുട്ട് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ഓൾ കോൺവെർസേഷൻ വിത്ത് UPSC റാങ്ക് ഹോൾഡേഴ്സ്. കാരണം ഈ ഒരു 1-1.5 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെയോ പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക് നമ്മളെ കോഗ്നേറ്റീവ്ലി അല്ലെങ്കിൽ സ്കിൽഫുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചില ഫാക്ടേഴ്സ് നമുക്ക് ഇൻഹെറൻ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പം അത് നമ്മൾ സ്കൂൾ തലത്തിൽ ഡെവലപ്പ് ചെയ്താവാം, കോളേജിൽ ഡെവലപ്പ് ചെയ്താവാം, എക്സ്പോഷർ കൊണ്ടുണ്ടാവുന്നതാവാം. സിവിൽ സർവീസിൻ്റെ ടോപ്പേഴ്സ് നമ്മൾ സ്ട്രാറ്റജീസ് അഡ്വക്കേറ്റ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ ബ്ലൈൻഡ് ടു ദാറ്റ് ഫാക്ട്. സോ ഇൻ ദാറ്റ് കേസ് ഇൻ യുവർ പ്രിപ്പറേഷൻ
what are those elements which you might have cultivated or inherent to you, which had benefited in you getting this 2-digit rank? സർ ഐ തിങ്ക് ദിസ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് കേൾക്കുന്ന കുറേ പേരാണെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ പേര് കാണും. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കോപ്പിങ്. എൻ്റെ പ്രിപ്പറേഷനിലും ഇനീഷ്യലി ഐ ട്രൈ ടു കോപ്പി വാട്ട് ടോപ്പേഴ്സ് സേ ആൻഡ് ഐ മിസറബിളി ഫെയിൽഡ്. ബിക്കോസ് സാറ് പറഞ്ഞ പോലെ തന്നെ ദർ ആർ സർട്ടൻ യൂണീക്ക് തിങ്സ് അബൌട്ട് മീ, ദർ ആർ യൂണീക്ക് തിങ്സ് അബൌട്ട് എവറി ഇൻഡിവിജ്വൽ പേഴ്സൺ. ആ ഇൻഡിവിജ്വലിന് എന്താണോ കേറ്റർ ചെയ്യുന്നത് ആ കാര്യമാണ് അയാളുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. സാറ് പറയുമ്പോൾ തിരിഞ്ഞ് ചിന്തിക്കാനാണെങ്കിൽ ഐ ഹാവ് എ ക്രിട്ടിക്കൽ മൈൻഡ്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഞാനതിൻ്റെ ഈസിയസ്റ്റ് വേ എന്താണ്, വല്ല കുറുക്കുവഴിയുണ്ടോ, അല്ലെ അതങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എവിടെ വരെ ഞാൻ പോകും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ്. ഐ തിങ്ക് ഈ കോൺട്രേറിയൻ അപ്രോച്ചിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം അഗൈൻ ഈ സ്റ്റേറ്റസ് കോയിസ്റ്റ് ആകുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കുറച്ച് വെറൈറ്റി എന്തെങ്കിലും അല്ലെ നോവൽറ്റി എൻ്റെ അപ്രോച്ചിലില്ല എങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണമെന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ പ്രിപ്പറേഷനിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം ഐ തിങ്ക് കൊച്ചിലെ പോലെ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് താല്പര്യമുള്ള ഒരാളായിരുന്നു. ഞാൻ അധികം എക്സ്റ്റെൻസീവ്ലി ചെയ്തിട്ടില്ല. പക്ഷേ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് അത് മേ ബി എൻ്റെ ഇൻ്റർവ്യൂവിന് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തതാണ്. ബെഞ്ചോയുടെ ഒരു തോട്ട് പ്രോസസ് കേൾക്കുമ്പോൾ എനിക്ക് ഒരു റിബലാണോ എന്നുള്ളതാണ്. റിബലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല സർ. ഐ തിങ്ക് ഒരാൾ പറയുന്ന കാര്യം ഐ ട്രൈ ടു ടേക്ക് ഇറ്റ് ഇൻ. പക്ഷേ ഐ ട്രൈ ടു ടേക്ക് നോട്ട് ദ പ്രൊസീജിയർ ദാറ്റ് ദേ ഫോളോഡ് ബട്ട് ദ ഇൻറ്റെൻറ്റ് ദാറ്റ് ദേ ഹാഡ്. അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് ഐ ട്രൈ ടു തിങ്ക് വൺ സ്റ്റെപ്പ് ബിയോണ്ട്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി കുറച്ചുകൂടി ഒരു കീറി മുറിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ റിബലാണെന്ന്. ഒരിക്കലും അല്ല. ഐ ഡിഡ് വാട്ട് എവറിബഡി എൽസ് ഡിഡ്. ഞാൻ ബേസിക് ബുക്സ് വായിച്ചു, ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്തു, ഞാൻ ഗൈഡൻസ് എടുത്തു, ഞാൻ മോക്ക് ഇൻ്റർവ്യൂ ചെയ്തു. ഐ എം നോട്ട് എ കോൺട്രേറിയൻ ഇൻ ദാറ്റ് റിഗാർഡ്. പക്ഷേ ബ്ലൈൻഡ്ലി ഒരു കാര്യം ഞാൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ക്ലാരിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലൈൻഡ് ടു സം അതർ ഫാക്ട്സ് ഓൾസോ, സം യുവർ സപ്പോർട്ട് സിസ്റ്റം, മേ ബി യുവർ ഫാമിലി ആൻഡ് റൈറ്റ്ലി യു സെഡ് യുവർ ഫ്രണ്ട് സർക്കിൾ. അപ്പോൾ ബേസിക്കലി എന്താണ് അപ്പം നമ്മുടെ ബിയോണ്ട് അവർ കൺട്രോൾ ബട്ട് ഓൾ ദോസ് തിങ്സ് ഹെൽപ് യു? സോ ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എൻ്റെ ഫാമിലിയായിരുന്നു. എൻ്റെ പേരൻസ് ആൻഡ് മൈ ബ്രദർ. ഐ ഹാവ് എ യങ്ങർ ബ്രദർ. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ദേ വെർ ഓൾവേസ് സപ്പോർട്ടീവ് ഓഫ് മീ. ആദ്യം മുതൽ തന്നെ ദേ വർ സപ്പോർട്ടീവ് ഓഫ് മീ ടു ഇത് പെർസ്യൂ ചെയ്യാൻ വേണ്ടി. ഫൈനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഞാൻ ഇച്ചിരി ഡൗൺ ആകുമ്പോഴാണെങ്കിലും നീ ചെയ്യടാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും ഫ്രണ്ട് സർക്കിൾ. നോട്ട് ജസ്റ്റ് UPSC ഫ്രണ്ട് സർക്കിൾ അല്ല, അതിൻ്റെ വെളിയിലുള്ള എനിക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. ആൻഡ് ദേ വർ ഓൾവേസ് ആക്സസിബിൾ. അപ്പോൾ അവരെനിക്ക് ബേസിക്കലി UPSCയുടെ വെളിയിലുള്ളൊരു പെർസ്പെക്റ്റീവ് തന്നു. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ കോർപ്പറേറ്റ് സെക്ടറിലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യം നടക്കുന്നതെന്ന് എനിക്കൊരു മനസ്സിലായി. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അവരുടെ ആരെങ്കിലും കൂടെ പോയി നിന്ന് എനിക്കൊരു സ്ട്രെസ് റിലീഫും എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പേരൻസ്, ഫ്രണ്ട്സ്, പിന്നെ മെൻറ്റോഴ്സ്, ഇത് മൂന്നെണ്ണമാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു കസ്റ്റമറി ക്വസ്റ്റ്യൻ ആണത് ആക്ച്വലി. ഐ മീൻ, വാട്ട് ഡു യു ഹാവ് ടു സേ ടു സമൺ ഹു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ദ പ്രിപ്പറേഷൻ നൗ? ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ദ പ്രിപ്പറേഷൻ, ഐ തിങ്ക് ഒരു കോളേജിലൊരു എക്സാം പഠിക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ട് 4 അറ്റംപ്റ്റൊക്കെ എടുക്കും. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാനാണെങ്കിൽ ബി വെരി മെറ്റിക്കുലസ് ആൻഡ് ട്രൈ ടു ഫോളോ വാട്ട് യുവർ മെൻറ്റേഴ്സ് ടെൽ യു. ബിക്കോസ് ഇവരാണ് ഇൻഫോംഡ് ആൾക്കാർ. ഞാൻ ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മെൻറ്റേഴ്സ്, ദീസ് ആർ ദ പീപ്പിൾ ഹൂ ഹാവ് സീൻ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക്. ഇപ്പോൾ അനൂപ് സാർ എത്രയോ ആൾക്കാരെ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഞാൻ പറയുന്നതിന് മേളിൽ വെക്കുക. ട്രൈ ടു ബിക്കോസ് ദേ വുഡ് ഹാവ് സംതിങ് എൽസ് ടു ഓഫർ യു ദാറ്റ് ഐ കനോട്ട് ഓഫർ യു. അപ്പോൾ ട്രൈ ടു ബി കൺസിസ്റ്റൻറ്റ്, ട്രൈ ടു ലിസൺ ടു യുവർ മെൻറ്റേഴ്സ്. പിന്നെ മൂന്നാമത് കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ എന്ന് പറയുമ്പോൾ ചുമ്മാതെ പറയുകയല്ല. സിമ്പിൾ എന്ന് പറയുമ്പോൾ ദർ ആർ ആബ്സല്യൂട്ട്ലി കുറേ ലോ ബാറുകളുണ്ട്. ലോ ബാർസ്, വൺ ഇസ് ബേസിക് ബുക്സ്, കോൺസെപ്റ്റൽ ക്ലാരിറ്റി, PYQs. എല്ലാവരും പറയും, ആരും ചെയ്യില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ എനിക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. സർവീസിലേക്ക് പോവുകയാണ്.
I think IAS is the first option. Definitely, Benjo will get that. And then I always remind UPSC toppers about this one thing. This is just a milestone. The destination is elsewhere, and we probably don't know where it is heading to. But I wish you a wonderful journey ahead. Thank you so So this thing, and also it comes with a lot of responsibility. The thing is that you're going to lead districts, states, and that's a kind of responsibility you will be having. So എല്ലാ ആശംസകളും ഇതൊരു ചെറിയൊരു തുടക്കമായിട്ട് എടുക്കുക. And വലിയ വിജയങ്ങൾ കാത്തിരിക്കുന്നു. Thank you so much, sir. Thank you so much. Thank you so much. Lead IAS, crafted by the toppers.